ഇപ്പൊ നിലവിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു ത്രിശങ്കുവിലാണ് നിൽക്കുന്നത്. ഇവിടെ ആര് ഭരണത്തിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത്? BJP തന്നെ ഭരണം നിലനിർത്തുമോ? മുസ്ലിം ലീഗ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടിയിട്ട് LDFനെ പിന്തുണയ്ക്കാനും തയ്യാറാണെന്നുള്ളതാണ്. ആ കെണിയിൽ CPM പോയി വീഴാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലും ഇന്ത്യ സഖ്യം വന്നു എന്ന് BJPക്ക് ആരോപിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം പിന്നാലാ അത് BJPയാണ്. CPM ഞങ്ങളോടൊപ്പം നിന്നില്ല, മതനിരപേക്ഷ കക്ഷികളോടൊപ്പം നിന്നില്ല എന്നുള്ള ക്യാമ്പയിനും വരും. അതായത് ശരിക്കും CPM തൃശങ്കുവിലാണ്. പക്ഷേ അത് മലബാറിലെ കുറച്ച് ഭാഗത്തേ യേശുള്ളൂ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെന്നും പറയാം. ഇരു വർഗീയ കക്ഷികളുമായിട്ട് ഞങ്ങൾ ചങ്ങാത്തത്തിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് BJPയുടെയും ലീഗിൻ്റെയും വോട്ട് വേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് ചെയർമാൻ സ്ഥാനം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും വർഗീയ കക്ഷികളായിട്ട് പ്രഖ്യാപിച്ച് രാജിവെച്ചാൽ പൊളിറ്റിക്കൽ മൈലേജ് കൂടും. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, ത്രിതല പഞ്ചായത്തിന് ശേഷം പാലക്കാട് നഗരസഭ ഏറെ വാശിയോടുകൂടി മത്സരം നടന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ ത്രികോണ മത്സരവുമായിരുന്നു. BJP കഴിഞ്ഞ 2 തവണയായിട്ട് ഭരണം നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു ത്രിശങ്കുവിലാണ് നിൽക്കുന്നത്. ഇവിടെ ആര് ഭരണത്തിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത്? BJP തന്നെ ഭരണം നിലനിർത്തുമോ അതോ CPMഉം കോൺഗ്രസും ചേർന്നുള്ള ഒരു മുന്നണി അവിടെ ഭരിക്കുമോ? അതായത് മുസ്ലിം ലീഗ് അവരുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത്, മരക്കാർമാരായ മംഗലം പറഞ്ഞിരിക്കുന്നത്, ഈ മുസ്ലിം ലീഗ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടിയിട്ട് LDFനെ പിന്തുണയ്ക്കാനും തയ്യാറാണെന്നുള്ളതാണ്. LDFന് 9 സീറ്റാണുള്ളത്. അത് LDF എന്ന സംവിധാനത്തിലാണ് 9 സീറ്റുള്ളത്. പിന്നെ UDFന് അവിടെ ഉള്ളത് 18 സീറ്റാണ്. പിന്നെ 1 സ്വതന്ത്രനാണ്. UDF എന്ന സംവിധാനത്തിനാണ് 18 സീറ്റ്. ലീഗും പിന്നെ ഇവർക്കൂടെ ഉള്ളത്. വെൽഫെയർ പാർട്ടിക്ക് അവിടെ സീറ്റ് ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി എന്തായാലും അതങ്ങ് ഇല്ലാണ്ടായി. അവിടുത്തെ കഥ കഴിഞ്ഞു. എനിക്ക് വെൽഫെയർ പാർട്ടിയിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് SDP ഇവരും ഒക്കെ പിന്തുണ കൊടുത്തായിരുന്നു. വെൽഫെയർ പാർട്ടി അപ്പുറത്തും നിലമ്പൂരും പിന്തുണ കൊടുത്തായിരുന്നു. അപ്പോൾ പിന്തുണ കൊടുത്തോട് കൂടിയിട്ട് ആ സ്ഥാനപ്പുറത്ത് ലിക്വിഡേറ്റ് ആയെന്ന് അതിനർത്ഥം. അതുകൊണ്ടാണ് സംഭവം പോയേക്കുന്നത്. കാരണം അത്യാവശ്യം അവർക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇത് പാകപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സമാന സ്വഭാവത്തിലേക്ക് നീങ്ങി എന്നുള്ളത്. എന്തായിരുന്നാലും 53 അംഗ മുനിസിപ്പൽ കൗൺസിലാണ്. മുനിസിപ്പൽ കൗൺസിലിൽ കേവലം ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 പേര് വേണം. 25 BJPക്ക്. പക്ഷേ BJP എന്ന് പറയുമ്പോൾ അത് NDA അല്ല, BJPയാണ്. അതിപ്പോൾ സംസ്ഥാനത്ത് തുടർന്ന് തന്നെ നോക്കിക്കോ. BDS ആകെ വിരലിലെണ്ണാവുന്ന സീറ്റിലാണ് കേരളത്തിൽ മൊത്തം ജയിച്ചേക്കുന്നത്. 1000ഓളം ഗ്രാമപഞ്ചായത്തുകളും ഇത്രയും സംവിധാനം ഉണ്ടാകുമ്പോൾ 10-30,000 കൗൺസിലുകളിലേക്ക് ജില്ലാ പഞ്ചായത്തും എല്ലാം കൂടെ 10,000ഓളം വരുന്നു. ആകെ വിരലിലെണ്ണാവുന്ന സ്ഥലത്തെ ഇവർ ജയിച്ചിട്ടുള്ളൂ BDS. ബാക്കിയെല്ലാം BJPയാണ്. ഒരു ഫാക്റ്റാണത്. വേറെ ഘടകകക്ഷികളൊന്നും കാര്യമായിട്ടില്ല. വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയിട്ട് മാറുന്നൊരു അവസ്ഥയിലേക്കാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 25 സീറ്റുണ്ട്. അതും ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നിട്ട് 2 ടേം തുടർച്ചയായിട്ട് ഭരിച്ചവരാണ്. 2015 അവർ പിടിച്ചെടുത്തു. 2020 നിലനിർത്തി. സംസ്ഥാനത്ത് ആദ്യമായിട്ട് അവർ പിടിക്കുന്ന നഗരസഭയാണ് പാലക്കാട്. അങ്ങനെ നിലനിർത്തി 10 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ ശക്തി അതുണ്ടാവും. അതുണ്ടാവാതെ വലിയ പരിധി വരെ അതുണ്ടാവാതെ സൂക്ഷിച്ചെന്നുള്ളത്. പ്രത്യേകിച്ചും അവരുടെ ചെയർപേഴ്സണായിരുന്ന പ്രമീള ശശിധരൻ രാഹുലിനൊപ്പം വേദി പങ്കിടുന്നു. മിനി കൃഷ്ണകുമാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത ഉണ്ടായിരുന്നു. അപ്പം വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മൾ കുറേ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനും ഒക്കെ അവരുടെ വിഭാഗീയതയുടെ പരിക്ക് വല്ലാതെ കൂടാതെ അങ്ങനെ പരമാവധി അവർ ശ്രമിച്ചു. അവർ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പം അവിടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് LDFനെ വേണമെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. കാരണം BJP അധികാരത്തിൽ നിന്ന് അകറ്റുക. ആ കെണിയിൽ CPM പോയി വീഴാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPM ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ ആയിട്ട് അവർ വരുന്നു. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പിന്തുണയോട് കൂട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന വ്യാപകമായി വേറെ രീതിയിലേക്ക് വരും. അതായത് ഈ കേരളത്തിലും ഇന്ത്യ സഖ്യം വന്നു എന്ന് BJPക്ക് ആരോപിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം പിന്നാലാ അത് BJPയാണ്. അങ്ങനെ വന്നാൽ 2ാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് പോകുന്നത് 3 മാസം കൊണ്ട് അവർക്ക് ഒറ്റ പാലക്കാട് പറഞ്ഞ സംസ്ഥാനത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർ 2 കൂട്ടരും ഒന്നിച്ചു. പാലക്കാടായിരിക്കും സ്റ്റേറ്റ് വൈഡായിട്ട് ചർച്ചയായിട്ട് ക്യാമ്പയിനായിട്ട് മാറുന്നത്. ഇന്ത്യ സഖ്യവും NDA ആയിട്ടായിരിക്കും മത്സരം നടക്കാൻ വേണ്ടി മത്സരത്തിലേക്ക് പോകും. അത് CPM ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM അങ്ങനെ അബദ്ധത്തിലേക്ക് പോയി ചാടില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ലീഗിന് മലപ്പുറം കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗവും കാസർഗോഡിൻ്റെ 2 സീറ്റും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടും ഒക്കെ നോക്കിയാൽ മതി. ബാക്കി പുനലൂരൊക്കെ ചുമ്മാ പോയിട്ട് മത്സരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയും ഗുരുവായൂരും ഇനിയിപ്പോൾ മത്സരിച്ചാലും ലീഗ് മത്സരിച്ചാൽ ചുമ്മാ മത്സരിക്കുക തന്നെയാണ്. പിന്നെ അവർക്ക് സാധ്യതയുള്ളത് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഒന്ന് ചെറിയ സാധ്യത. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മാത്രമേ ഉള്ളവർക്ക് സാധ്യതയുള്ളത്. ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ്. അവർക്ക് അവിടെ മാത്രം നോക്കിയാൽ മതി. പിന്നെ അവരാകെ പ്രതീക്ഷ വെക്കുന്നത് കളമശ്ശേരി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നുള്ളത് മാത്രമാണ് എറണാകുളം ജില്ലയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ LDFന് വരെ പിന്തുണ കൊടുക്കാനുള്ള വിശാല മനസ്ഥിതി കാണിച്ചു. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റിയതിൻ്റെ ക്രെഡിറ്റ് മാത്രം മതി മുസ്ലിം വോട്ടർമാർക്കിടയിൽ നിന്ന് അവർക്ക് മുസ്ലിം വോട്ട് ബാങ്ക് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനും അവരുടെ തട്ടകങ്ങൾ നിലനിർത്താനും
പക്ഷേ അങ്ങനെ CPM-ന് കാണാൻ പറ്റില്ല, അങ്ങനെ കോൺഗ്രസിനും കാണാൻ പറ്റില്ല. കാരണം അവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളടത്ത് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതറിയാം. അവർക്ക് സ്റ്റേറ്റ് വൈഡ് പൊളിറ്റിക്സ് നോക്കണം, അവർക്ക് മലബാർ രാഷ്ട്രീയത്തിൽ അപ്പുറത്തേക്ക് ചിന്തിക്കാനുണ്ട്, തൃശ്ശൂരിന് ഇപ്പുറത്തേക്കും കേരളം ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട്. സീറ്റുകൾ കൂടുതലായിട്ട് പിടിക്കാനുള്ളതും ഇവിടുന്നാണ്, അങ്ങനെയുണ്ട് അവർ പിടിക്കേണ്ടത്. എറണാകുളം ഒഴിച്ച് ബാക്കിയുള്ള ജില്ലയിൽ നിന്നെല്ലാം സീറ്റ് പിടിക്കണം. ഇപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിൻ്റെ മൊത്തം കണക്കെടുക്കുമ്പം തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റിൽ പോലും അവർ ലീഡ് ചെയ്തിട്ടില്ല. 12 സീറ്റ് LDF ലീഡ് ചെയ്യുന്നത്, ഇപ്പോഴും 2 സീറ്റ് പിന്നെ BJP ലീഡ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലും 30-നൊപ്പമുള്ള കളിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട് മൊത്തം വോട്ട് എടുത്ത് നോക്കുമ്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് ഒന്നും വേണ്ടെന്ന്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിന്നെ അല്ലെങ്കിലും എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുമല്ലോ. ഫിനാൻസ് മാത്രമാണ് ഭരിക്കുന്ന ടീമിൻ്റെ കയ്യിൽ സാധാരണഗതിയിൽ ഉണ്ടാകുക. മറ്റേതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രതിപക്ഷത്തിനും പരിഗണന കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ, ജനാധിപത്യ മര്യാദയുടെ പേരിൽ. ഇനി അതില്ലെങ്കിൽ പോലും കൗൺസിലിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടിരിക്കുക എന്നുള്ളത് തീരുമാനിക്കും. പക്ഷേ CPM ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കാതിരിക്കുകയും ഇവരിട്ട ചൂണ്ടയിൽ കൊത്താതിരിക്കുകയും ചെയ്യുമ്പം സ്വാഭാവികമായും ഇവർക്ക് ചെയർമാൻ സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടി വരും. UDF-ന് ചെയർമാൻ സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടി വരും. വൈസ് ചെയർമാനായിട്ട് ലീഗും വരും, ചെയർമാനായിട്ട് കോൺഗ്രസിൻ്റെയും വരും എന്ന് പറയാം. അപ്പുറത്ത് BJP-ക്കും ഉണ്ടാവും. അവിടെ CPM-ന് എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 9 പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരല്ല അവർക്ക് സാധ്യമാവുന്ന അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗ് കോൺഗ്രസും പിന്നീട് പ്രചരണം നടത്തും. BJP അധികാരത്തിൽ പിന്നെ വരാൻ ഇടയായത് CPM ഞങ്ങളോടൊപ്പം നിന്നില്ല, മതനിരപേക്ഷ കക്ഷികളോടൊപ്പം നിന്നില്ല എന്നുള്ള ക്യാമ്പയിനും വരും. അതായത് ശരിക്കും പറഞ്ഞാൽ CPM-ഉം തൃശങ്കൂലാണ്. പക്ഷേ അത് മലബാറിലെ കുറച്ച് ഭാഗത്തേ ചോദിച്ചുള്ളൂ. ഇപ്പോൾ CPM സ്ഥാനാർത്ഥി നിർത്തുന്നു. CPM സ്ഥാനാർത്ഥി നിർത്തുന്ന സമയത്ത് UDF സ്ഥാനാർത്ഥി പിൻവലിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാട് CPM എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ആർക്കായിരിക്കും? അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നേട്ടം BJP-ക്ക് പോകും. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അതായത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടിയിട്ടുള്ള ഒരു അതായത് ഇതിനു മുമ്പ് പറഞ്ഞൊക്കെ മാറും. കാരണം ഇപ്പോൾ ഇവിടെ അതായത് പഴയ ലീഗിനെ ഞങ്ങൾ ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾ പിന്നെ ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണല്ലോ. MP ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സ്വാഗതം ചെയ്തതാണല്ലോ. പണ്ട് PK കുഞ്ഞാലിക്കുട്ടി പിന്നെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അടവ് നയം ഉണ്ടാക്കിയതാണല്ലോ എന്ന് ചോദിച്ചാൽ, അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ് എന്ന് CPM അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത്, ലീഗ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ലീഗിനോടൊപ്പം വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ ലീഗിൻ്റെ കൂടെ SDP-യുടെ കൂടി കൂട്ടിച്ചേർത്തിട്ട് പ്രകടനം നടത്തിയിട്ടില്ല. നിലമ്പൂർ വെൽഫെയർ പാർട്ടിയൊക്കെ പരസ്യമായിട്ടല്ല അവർ കൂടെ തന്നെ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും കൂടെ നിൽക്കുന്ന ലീഗിനോടൊപ്പം ചേരാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ലെങ്കിൽ അവരെ പരസ്യമായിട്ട് നിങ്ങൾ തള്ളിപ്പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പം വീണ്ടും പന്ത് ഇപ്പുറത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ CPM ഇതിനകത്ത് നിന്ന് വളരെ സുഖമായിട്ട് ഊരിപ്പോരാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവർക്ക് പിന്തുണ കൊടുക്കുന്നൊരവസ്ഥ, അതായത് 3 കൂട്ടർ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ UDF പിന്നെ CPM-നെ ട്രാപ്പിലാക്കാൻ വേണ്ടി CPM-ന് പിന്തുണ കൊടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഒരു ഓപ്ഷൻ CPM-നുണ്ട്. അവർ പിന്തുണച്ചിട്ടാണെങ്കിൽ ആര് വേണമെങ്കിലും ഞങ്ങളെ വേണമെങ്കിൽ BJP-ക്കാരും ഞങ്ങളെ പിന്തുണയ്ക്കണം, ലീഗുകാരും ഞങ്ങളെ പിന്തുണയ്ക്ക്, കോൺഗ്രസ്സുകാരും ഞങ്ങളെ പിന്തുണയ്ക്ക്, ഞങ്ങൾ നല്ല മാതൃകാപരമായ ഭരണം ഇവിടെ കാഴ്ചവെക്കാം. അതുകൊണ്ട് നിങ്ങൾ 3 കൂട്ടരെ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞാലും കഴിഞ്ഞു. നിങ്ങൾ 3 കൂട്ടർ, നിങ്ങളുടെ വിവേചനാധികാരമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം ഈ സമയത്തും കൊണ്ടുവരാം. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഇവർക്ക് പറ്റുമോ? അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇവരെ മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ലീഗോ കോൺഗ്രസ് അങ്ങനെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ അതിനെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയർമാനും വൈസ് ചെയർമാനും കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ ഭരണം തുടർന്ന് പോകാൻ പറ്റും. അങ്ങനെ ട്രാപ്പ് വരുന്നുണ്ട്. ഈ മുസ്ലിം ലീഗൊക്കെ ഒരിക്കലും BJP-യുടെ ഒരു അവസരത്തിൽ BJP വിജയിച്ച് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് BJP-യെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമോ? കാരണം മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാർക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ്. അഴിമതി ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ്. സഹകരണ ബാങ്കിന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികളെയൊക്കെ ഭയന്നുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു ധൈര്യം കാണിക്കുമോ? അല്ല, അതൊക്കെ പിന്നെ അടി കൂടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മുസ്ലിം ലീഗ് വല്ലാത്ത കെണിയിലാണ്, ട്രാപ്പിലാണത്. കാരണം BJP അവിടെ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യും. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഇനിയിപ്പോൾ അവരേറ്റെടുക്കേണ്ടെന്ന് അവർ തീരുമാനിക്കുകയുള്ളൂ. അവർ പിന്നെ UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, മറ്റൊരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, സഖ്യത്തിന് ഞങ്ങളില്ല എന്നുള്ളത് പറയും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ BJP വരുന്നതിനകത്ത് CPM പറയും ഞങ്ങൾ രാഷ്ട്രീയ മത്സരമാണ്. തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷനിലേക്ക് രാഷ്ട്രീയ മത്സരമല്ലേ നടന്നത്. രാഷ്ട്രീയ മത്സരം നടന്നപ്പം BJP ജയിച്ചു, 50 സീറ്റ് അവർക്ക് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ മത്സരം നടന്നപ്പോൾ BJP-ക്ക് ചെയർമാൻ സ്ഥാനം കിട്ടി. അതിനകത്ത് CPM-ൻ്റെ ഉത്തരവാദിത്വം ഇല്ല, പങ്കില്ല, ഒന്നുമില്ല. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെന്നും പറയാം. കാരണം പാലക്കാട് MLA ഇങ്ങനെ
ഈ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് BJPക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവാതിരുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവരെ തലയെ കൊണ്ടേ കെട്ടിവെക്കാം. ഇല്ലെങ്കിൽ UDFന് വേണമെങ്കിൽ ഭരണം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്. അവർ ഇത്തരം ആളുകളെ കൊണ്ടുനടന്നിട്ടാണ് ഇതില്ലാതായതെന്നുള്ള പ്രചാരണം നടത്താൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇനി അഥവാ അവസാന ഘട്ടത്തിൽ ഇവർ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് UDF ചിലപ്പോൾ പിന്നെ സ്ഥാനാർത്ഥി പറഞ്ഞൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അല്പം പിൻവലിക്കാനും തയ്യാറാവത്തില്ല, പോയി പണി നോക്കാൻ പറയും ചിലപ്പോൾ. അഥവാ ഞാൻ ജയിച്ചു പോയാലോ എന്നൊക്കെ കരുതി LDF എന്നുള്ള എന്നൊക്കെ കരുതിയിട്ട് അവർ കാത്തിരിക്കും. ഒന്നുകിൽ 3 കൂട്ടരും മത്സരിക്കും എന്നുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ ഇവർ പിന്തുണ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ജയിക്കും. LDFിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ജയിച്ചെന്ന് കൂട്ടിക്കോ. ജയിച്ചു കഴിഞ്ഞാൽ ഇരുവർഗീയ കക്ഷികളുമായിട്ട് ഞങ്ങൾ ചങ്ങാത്തത്തിന് താല്പര്യമില്ല, ഞങ്ങൾക്ക് BJPയുടെയും ലീഗിൻ്റെയും വോട്ട് വേണ്ട, അങ്ങനെ ഞങ്ങൾക്ക് ചെയർമാൻ സ്ഥാനം വൈസ് ചെയർമാൻ സ്ഥാനം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ 2 കൂട്ടരെയും വർഗീയ കക്ഷികളായിട്ട് പ്രഖ്യാപിച്ച് രാജിവെച്ചാൽ പൊളിറ്റിക്കൽ മൈലേജ് കൂടും അവർക്ക് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്ത്രത്തിലേക്ക് തന്നെ ആയിരിക്കും അവർ പോകാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.